അതുക്കിയ പാട്ടാവിഷ്കാരം ഭാഗം 5. രചനയും അവതരണവും മമ്മൂട്ടി കട്ടയാട്. ലുഹാനിസ്കാരത്തെ തുടർന്നുള്ള പ്രഭാതചര്യകൾ. പിന്നീടു വേണം നീ ലുഹാനിസ്കാരം, മനസ്സിൽ വരേണം മരണവും സംസ്കാരം. പോയതിൽ ഖേദിക്കണം, ദുഃഖിക്കണം, മയ്യത്ത് മണ്ണാകുന്ന രംഗം ഓർക്കണം. മരണത്തെ ഓർക്കാതുള്ള കർമ്മം നിഷ്ഫലം, ഓർത്താൽ തരും കോടാളി പോലെ കായ്ഫലം. മുഴുകേണമുടനെ വിദ്യ നുകരും വേദിയിൽ, കഴിയേണമല്ലേൽ വേറെ ആരാധനകളിൽ. അല്ലെങ്കിൽ ഏർപ്പെട്ടിടണം ഒരു ജോലിയിൽ, മൂല്യം പെരുത്തതെടുക്കണം മേൽ ചൊന്നതിൽ. പാണ്ഡിത്യമുള്ളവർക്കുണ്ട് താപസരേക്കാൾ പ്രത്യേക പദവികൾ മറ്റു വ്യക്തികളേക്കാൾ. ചന്ദ്രനു നക്ഷത്രങ്ങളെക്കാൾ മേലെ ചന്തം തുടിക്കും എന്നുമെന്നതുപോലെ. ആകാശഭൂമിക്കധിപനും അതിൽ മൊത്തവും അധിവാസമുള്ളവരും ഉറുമ്പും മത്സ്യവും എല്ലാം ഹബീബെ ചൊല്ലിടുന്നു ഓത്ത്, ചൊല്ലിക്കൊടുക്കും പണ്ഡിതർക്ക് സ്വലാത്ത്. ആരോ ഒരാൾ പഠിക്കാൻ പുറപ്പെട്ടാൽ അവൻ ചേരുന്നതാണ് സുവർഗപാതയിലേക്കുടൻ. താഴ്ത്തുന്നു ചിറകുകൾ അപ്പോഴേ മാലാഖമാർ, വാഴ്ത്തുന്നു സന്തോഷത്തിനാലേ എന്നവർ. സുന്നത്തു നിസ്കാരങ്ങളെ നീ 100 ഒന്നിച്ചു നിസ്കരിക്കുന്നതേക്കാൾ ഖൈറ്. അധ്യായമൊന്നു പഠിക്കലാണെന്നുണ്ട്, വാദ്യാർക്കും അതുപോലെ പവിത്രതയുണ്ട്. വിജ്ഞാന സമ്പാദനത്തിലെ ഉദ്ദേശ്യശുദ്ധി. ഇതുവിദ്യയാൽ നീ സംവദിച്ചാലാണ് ഇറയോനും ആഖിറം രണ്ടിലും എന്നാണ്. അല്ലാത്ത പക്ഷം നഷ്ടമാകും മൊത്തവും, വല്ലാത്ത നാശം വന്നു ചേരും നിത്യവും. അവനുള്ള ലക്ഷ്യം മോശമായാൽ പിന്നെ ഇവനുള്ള ഭവനം നരകമായതു തന്നെ. നേടില്ല സ്വർഗത്തിൻ്റെ വാസന പോലും, തടയപ്പെടും ഇവൻ പണ്ഡിതൻ എന്നാലും. കുടൽമാലയെല്ലാം പുറമെ വന്നയൊരാളെ കൊണ്ടേ വരും നരകത്തിലൂടെ നാളെ. ആസിൻ്റെ കല്ലിൻ ചുറ്റിലായി കഴുതകൾ ആയുന്ന പോലെ ചുറ്റും അവനും കുടലുകൾ. അപ്പോൾ വരും അവിടുത്തെ അന്തേവാസികൾ, അവനോട് ചോദിക്കും ഇതെന്തേ താങ്കൾ. കൽപ്പിച്ചിരുന്നല്ലോ നമുക്കായി നന്മകൾ, കോപിച്ചിരുന്നല്ലോ തകർക്കും തിന്മകൾ. ഒതും അയാൾ അന്നേരം അവരോടായി, ഖേദത്തിനാൽ തപിക്കുന്ന ഹൃദയവുമായി. പറയുന്നതിൽ നിന്നൊക്കെയും ഞാൻ മക്കളെ പിറകോട്ടു പോയി ചെയ്തില്ല അക്കാര്യങ്ങളെ. പഠനത്തിനാൽ അല്ലാഹുവിൻ്റെ പൊരുത്തവും പരലോകവും കരുതാത്തവൻ പ്രതിയാവും. പഠിക്കുന്നവർക്കായുള്ള വരുമാനങ്ങൾ പാടില്ലയാൾക്കു കൊടുക്കുവാനും ആളുകൾ. ഉപകാരമില്ലാ വിദ്യയാൽ ഗുരുനാഥനും അപരാധിയാകും ശ്രദ്ധയില്ലാ മർത്യനും. പാണ്ഡിത്യത്തിലെ ദുരുദ്ദേശങ്ങളും അടയാളങ്ങളും. ദേഹേച്ഛയിൽ മുഖം കുത്തി വീണതിൻ മൂട്ടിൽ ദാഹിച്ചു കഴിയും ശിഷ്യനെ നീ കാണുകിൽ. അതുപോലെ അവിഹിത മാർഗമിൽ സമ്പത്തുകൾ പതിവായി ശേഖരിക്കുന്നുവെന്നാലും അയാൾ വ്യക്തിത്വ ബാധ്യത നിർവഹിക്കും മുമ്പും സാമൂഹ്യ ബാധ്യത ഏറ്റെടുക്കാൻ വെമ്പും. എന്നാൽ ഉറപ്പിച്ചോ അയാൾ ഒരു ചതിയനായി, എല്ലാ നിലക്കും തെളിവുകൾ വേറെന്തിനാ. അല്ലാഹു അല്ലാതെ പല ലക്ഷ്യങ്ങളും അവനുള്ളതായി കണ്ടെത്തും അടയാളങ്ങളും. പ്രത്യേക കാരണമൊന്നുമില്ലാതലസനായി പതിവായുപേക്ഷിക്കും ജമാഅത്തേകനായി. കാണാമതേപോലെ റവാത്തിബ് സുന്നത്തും കാണാതിരിക്കും അയാളുടെ 4 അയലത്തും. ഉഖ്റവിയായ പണ്ഡിതരുടെ ലക്ഷണങ്ങൾ. അറിയണം ഉഖ്റവിയായ പണ്ഡിതർക്കുണ്ട് അടയാളം, അതുകൊണ്ട് അവരെ അറിയുന്നുണ്ട്. ദുനിയാവ് തേടുകയില്ല മസ്അല കൊണ്ട്, ദീൻ വിറ്റു ജീവിക്കില്ല സത്യവുമുണ്ട്. ഇതുപോലെ കാണാം ഇനിയും അടയാളങ്ങൾ, അതിലൊന്ന് വാക്കിനെതിരെയല്ലാ ചെയ്തികൾ. പറയുന്നതെന്തോ ചെയ്യും അവർ അരുതെന്ന്, പറയുന്നതിൽ നിന്നകലെ നിന്നിടുന്ന്. ചെയ്യണമെന്നോതുന്നതാദ്യം ചെയ്യും, ചെയ്യേണ്ട എന്നുരയ്ക്കുന്നതോ കൈയൊഴിയും. സൽക്കർമ്മ പ്രേരകമാധികാരികമായ ഹിതമുള്ളതും ഭൗതിക വിരുദ്ധവുമായ അറിവിനു താൽപ്പര്യം കൊടുത്തു പഠിക്കും
അതു കർമ്മപദമിൽ കൊണ്ടുവന്നു രസിക്കും. കാണുന്നതിൽ കേൾക്കുന്നതിൽ തർക്കങ്ങളിൽ വീണുല്ലസിച്ചിടുന്ന വിജ്ഞാനങ്ങളിൽ നിന്നൊക്കെ മാറി നടക്കും അവനും കൃത്യമായി എന്നുള്ളതും എണ്ണുന്നു നല്ലൊരു പുണ്യമായി. കഴിക്കില്ല ധൂർത്തുപെരുത്തു മുന്തിയ ഭക്ഷണം, തഴപ്പുള്ളതായിരിക്കില്ല വീടും അങ്കണം. വസ്ത്രത്തിലാഡംബരം അവർ ഒഴിവാക്കും, വസ്തുക്കളിൽ സംതൃപ്തരായി ജീവിക്കും. അധികാരി വർഗത്തെ സമീപിക്കില്ല, അവർക്കുള്ള മേടയിൽ ചെന്നു കയറുകയില്ല. പോകുന്നതോ ഉപദേശമേകാനാകണം, പതിതർക്കു നീതി പിടിച്ചു നൽകാനാകണം. അല്ലെങ്കിൽ ഒരു രോഗിക്ക് സാന്ത്വനമേകണം എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം കയറണം. നൽകില്ല പ്രശ്നത്തിനു ഫത്വകൾ ഉടനടി, നോക്കൂട്ടിയാന് എന്നതാകും മറുപടി. അനുയോജ്യരായവർ ഉണ്ട് എങ്കിൽ വേറെ, തുനിയില്ലയങ്ങു ഗവേഷണത്തിനു തീരെ. പറയും എളുപ്പം അല്ലയെങ്കിൽ പോകണം, അറിയില്ലെനിക്കവരോടു താൻ ചോദിക്കണം. തേടും ശുഭാന്ത്യം വിദ്യ കൊണ്ടെപ്പോഴും, നേടും ശുഭാപ്തിയിലൂടെ അങ്ങിനെ വാഴും. മനസ്സിൻ്റെ അന്തർധാരയെ ത്രസിപ്പിക്കും, ജ്ഞാനത്തിൽ ഔത്സുക്യങ്ങളും കാണിക്കും. മനതാരിലുള്ള നിരീക്ഷണം കടുപ്പിക്കും, ദിനവും അതിൻ പ്ലാനിങ്ങിലൊരു കൈ നോക്കും. ചൊൽക്കൊണ്ട പദവിയാം മുജാഹദ നേടുവാൻ, ചരിക്കും അയാൾ പരലോകമാർഗേ ആശയാൽ. തിരുചര്യയെ പിൻപറ്റുവാൻ പ്രത്യേകം താൽപ്പര്യമുണ്ടാക്കും അയാളുടെ നെഞ്ചകം. ഉൾക്കാഴ്ചയെയും ആശ്രയിക്കും ധീരമായി, ഉൾക്കൊണ്ട കാരണം അവരു തിരുസുന്നത്തുമായി.